അമേരിക്കയുടെ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. എല്ലാ ചർച്ചകളും ഇറാൻ നിർത്തിവെച്ചതായി ഇറാനിയൻ മാധ്യമം. ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലെന്ന് വിശദീകരണം. വെടിനിർത്തൽ ലംഘനത്തിന്റെ അനന്തര ഫലങ്ങൾക്ക് അമേരിക്കയും ഇസ്രായേലും ഉത്തരവാദികളെന്ന് ഇറാൻ. ഉത്തര ഇസ്രായേലിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇറാന്റെ അന്ത്യശാസനം. ബെയ്റൂട്ടിൽ ആക്രമണം നടത്തിയാൽ കനത്ത തിരിച്ചടി നൽകും. ഇസ്രായേൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ ആവർത്തിച്ച് ലംഘിക്കുകയാണെന്നും ഇറാൻ. ചെലവ് കുറഞ്ഞ യുദ്ധ ഡ്രോണുകളുടെ വൻ ശേഖരം നിർമ്മിക്കാൻ ഒരുങ്ങി US. പരമ്പരാഗത വൻകിട പ്രതിരോധ കമ്പനികളെ ഒഴിവാക്കും. യുദ്ധങ്ങളിൽ ചെറിയ ഡ്രോണുകൾ വലിയ സ്വാധീനം ചെലുത്തിയെന്ന് വിലയിരുത്തൽ. 30,000 ഡ്രോണുകൾ നിർമ്മിക്കാൻ 9,100 കോടി രൂപയുടെ കരാർ. അണ്ണാമലൈ BJP വിടുമോ? തമിഴ്നാട്ടിൽ ചർച്ചയായി നേതാവിന്റെ നീക്കം. കോയമ്പത്തൂരിൽ കൂറ്റൻ ഫ്ലക്സുകൾ ഉയർന്നു. BJP ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്താൻ അണ്ണാമലൈ ഡൽഹിയിൽ. അമിത്ഷായെയും കാണും. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഇന്ത്യയിലേക്ക് മടങ്ങുന്നു. ജന്തർ മന്ദറിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ സമരമിരിക്കും. ജൂൺ 6 ഡൽഹിയിലെത്തും. സമരത്തിൽ അണിചേരാൻ യുവാക്കളോട് ഇൻസ്റ്റാഗ്രാം വഴി ആവശ്യം. പിണറായിയുടെ വീട്ടിൽ നടന്ന റെയ്ഡിനിടെ ഉണ്ടായ ആക്രമണങ്ങളിൽ നേതാക്കളെയും പ്രതിചേർക്കണമെന്ന് ED. ആസൂത്രിത ആക്രമണം നേതാക്കളുടെ കൂടി അറിവോടെ കേസിൽ കക്ഷി ചേരാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെളിവ് ശേഖരണം തുടങ്ങി. നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ ഒളിവിൽ തുടരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. 5 പ്രതികൾക്കെതിരെയും നരഹത്യാ കുറ്റം. വിധി പറയുക ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി. സംസ്ഥാനത്തെ വിലക്കയറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം. റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകി. പെട്രോളിയം വില വർധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയെന്നും പ്രതിപക്ഷം. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം. ടിനി ടോമിനെതിരെ പോലീസിൽ പരാതി നൽകിയ അൻസിബ. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് പരാതിയിൽ. നടിലക്ഷ്യപ്രിയയുടെ ഭർത്താവിനോട് മൊഴി നൽകാൻ ഹാജരാകാൻ പോലീസ്. അൻസിബയ്ക്ക് പിന്തുണയുമായി ആസിഫ് അലിയും അജു വർഗീസും. രാഷ്ട്രീയ തർക്കമായി തലസ്ഥാനത്തെ അട്ടക്കുളങ്ങര സ്കൂൾ കെട്ടിടം തകർന്നു വീണ അപകടം. 3 കോടി മുടക്കി നവീകരിച്ചതെന്ന് മേയർ VV രാജേഷ്. നിഷേധിച്ച് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. DEOയുടെ റിപ്പോർട്ട് ഇന്ന്. ഉന്നതതല അന്വേഷണം വേണമെന്നും മേയർ. സ്കൂളിൽ തകർന്നു വീണത് ഓഫീസ് മുറി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം. കർണാടകയിൽ DK ശിവകുമാർ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട്. മന്ത്രിമാരെ നിശ്ചയിക്കാൻ ഡൽഹിയിൽ ചർച്ചകൾ. മകൻ യതീന്ദ്രനെ അടക്കം 8 വിശ്വസ്തരെ മന്ത്രിമാരാക്കണമെന്നും സുപ്രധാന വകുപ്പുകൾ വേണമെന്നുമുള്ള കടുംപിടുത്തത്തിൽ സിദ്ധരാമയ്യ. പുതുമുഖങ്ങളെ പരിഗണിക്കുമെന്ന നിലപാടിൽ DK. എൽനിനോ കേരളത്തെ വലച്ചേക്കും. കാലവർഷം തണുക്കുമെന്ന് സൂചന. വേനൽ മഴയെയും ബാധിച്ചു. ഇത്തവണ കിട്ടിയത് 12% മാത്രം അധിക മഴ. കാലവർഷം കേരളത്തോട് അടുക്കുന്നു. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ വരവറിയിച്ച് പലയിടത്തും മഴ കനത്തു. റെക്കോർഡ് വരുമാനവുമായി KSRTC ബജറ്റ് ടൂറിസം. കഴിഞ്ഞ മാസത്തെ വരുമാനം 6.84 കോടി. 2025 മെയ് മാസം ലഭിച്ചതിനേക്കാൾ 2.5 കോടി കൂടുതൽ. ഈ വർഷം ഇതുവരെ കിട്ടിയത് 26.58 കോടി. പണം വാരിക്കൂട്ടുന്നതിലും കേമനായി വൈഭവ് സൂര്യവംശി. IPL കഴിഞ്ഞപ്പോൾ കിട്ടിയത് 3 കോടി. രാജസ്ഥാൻ റോയൽസ് പ്രതിഫലമായി നൽകിയതിന്റെ 3 ഇരട്ടി.